ദൃശ്യം സിനിമ ഇറങ്ങുന്നതിന് മുൻപേ അതേ രീതിയിൽ 17-കാരിയുടെ കൊലപാതകം നടത്തിയ ബിജു പൗലോസ് എന്ന മോട്ടിവേറ്റർ പിടിയിലായി. അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ദളിത് പെൺകുട്ടിയുടെ തിരോധാന കേസ് കൊലപാതകമാണെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയത് 15 വർഷങ്ങൾക്ക് ശേഷമാണ്. 2010 കാസർഗോഡ് കടപ്പുറത്ത് നിന്ന് ലഭിച്ച എല്ലിൻ കഷ്ണവും കൊലുസും കൊല്ലപ്പെട്ട പെൺകുട്ടിയുടേതാണെന്ന് സ്ഥിരീകരിച്ചതോടെയാണ് അന്വേഷണം നിർണായക വഴിത്തിരിവിലേക്ക് എത്തിയത്. തുടർന്ന് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ കുറ്റം സമ്മതിക്കുകയായിരുന്നു. അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട 17 വയസ്സുള്ള പെൺകുട്ടിയുടെ തിരോധാനം 2010 ജൂൺ 6-നാണ് നടന്നത്. കാഞ്ഞങ്ങാട് നഗരത്തിലെ ടീച്ചേഴ്സ് ട്രെയിനിങ് പരിശീലനത്തിനെത്തിയ പെൺകുട്ടി റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ചാരിതാസ് ഹോസ്റ്റലിൽ താമസിച്ചാണ് പഠിച്ചിരുന്നത്. ബിജു പൗലോസ് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി അപായപ്പെടുത്തിയതായി ബന്ധുക്കൾ അന്ന് തന്നെ ആരോപിച്ചിരുന്നു. ഇതിനെ തുടർന്ന് പെൺകുട്ടിയുടെ പിതാവ് 2011 ജനുവരി 19 അമ്പലത്തറ പോലീസിൽ പരാതി നൽകി. എന്നാൽ കാര്യമായ തെളിവുകൾ ലഭിക്കാത്തതിനാൽ അന്വേഷണം മുന്നോട്ട് പോവാതെ വരികയായിരുന്നു.